പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം താഴെത്തട്ടിലുള്ള നേതാക്കളും അണികളും ശ്രദ്ധിക്കണം എന്ന നിർണായകമായ സന്ദേശമാണ് CPM നൽകിയിരിക്കുന്നത്. അതായത് കേരള കോൺഗ്രസ് എമ്മിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പെരുമാറ്റവും പാർട്ടി അണികളിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടു പോകാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യമാണ് CPM നൽകിയിരിക്കുന്നത്. മുന്നണി വിട്ടു പോകില്ലെന്ന ഉറപ്പ് കേരള കോൺഗ്രസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനാൽ തിരികെ ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കേരള കോൺഗ്രസിനെ UDF-ൽ എത്തിക്കാൻ കോൺഗ്രസ് നീക്കം ശക്തമാക്കുന്നതിനിടെയാണ് ഇങ്ങനെയൊരു നിർദ്ദേശം CPM നൽകിയിരിക്കുന്നത്. നിർണായകമായ ഒരു നീക്കമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിലും മറ്റും ഒരു തരത്തിലുള്ള പിണക്കവും കേരള കോൺഗ്രസിന് സംഭവിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി G. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ചേരുന്നു. ഒപ്പം R. കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. ശ്രീജിത്ത്, പ്രതീക്ഷ ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് വില കൂടി വരികയാണ്. UDF അവരെ മാടി വിളിക്കുകയാണ്. അതേസമയത്ത് ഇങ്ങനെ ഒരു നിർദ്ദേശം CPM നൽകുവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നതാണ്. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണല്ലോ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ നിർണായകമാകും. ആ സമയത്ത് ഈ സീറ്റ് വിഭജനത്തിലൊക്കെ തർക്കം പ്രാദേശിക തലത്തിൽ ഉടലെടുക്കും. പക്ഷേ വിട്ടുവീഴ്ചകൾ പരമാവധി നടത്തുവാനാണോ ഇപ്പോൾ CPM അണികൾക്കും താഴെത്തട്ടിലെ നേതാക്കൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം? മഞ്ജുഷ, അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി പരിഗണിച്ചുകൊണ്ടാണ് CPM അങ്ങനൊരു നിലപാടിലേക്ക് പോയതെന്ന് മനസ്സിലാക്കേണ്ടി വരും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ഏതാണ്ട് 50 പഞ്ചായത്തുകളാണ് അന്ന് UDF ഭരിച്ചിരുന്നതെങ്കിൽ 72-ൽ 50 പഞ്ചായത്ത് LDF ഭരിക്കുന്ന സ്ഥിതി ഈ കേരള കോൺഗ്രസ് വന്ന ശേഷം ഉണ്ടായി. 10 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9 എണ്ണം ഭരിക്കുന്നത് LDF ആയി. ജില്ലാ പഞ്ചായത്ത് LDF-ന് ഭരിക്കാൻ കഴിയുന്നു. ജില്ലയിൽ സാധാരണഗതിയിൽ ഒരു 2 സീറ്റ് മാത്രമാണ് LDF-ന് ലഭിച്ചിരുന്നത് എങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുന്നു. കയ്യിലില്ലായിരുന്ന ചെങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി പോലുള്ള സീറ്റുകൾ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നു. പാലയും കടുത്തുരുത്തിയും തോറ്റു എന്നുള്ളത് ശരിയാണ്. പാലയാണ് ഫലത്തിൽ ആ നിലയിൽ നഷ്ടമായിരിക്കുന്നത്. കടുത്തുരുത്തി നേരത്തെ തന്നെ UDF-ന്റെ സീറ്റാണ്. അങ്ങനെ ഏറ്റുമാനൂർ പിടിക്കാൻ കഴിയുന്നു. അങ്ങനെ ഏറ്റുമാനൂർ അങ്ങനെ ഒരുപാട് കാലം UDF ജയിച്ചിരുന്ന ഒരു സീറ്റ് കൂടിയാണ്. അങ്ങനെ ജില്ലയിലാകെ നേട്ടമുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അങ്ങനെ ഒരു പാർട്ടിയെ ചെറിയ അസ്വാരസ്യത്തിന്റെ പേരിൽ പോലും പടിയിറക്കി വിടാനോ ഒന്നും പാടില്ല. കഴിഞ്ഞ അവർ LDF-ലേക്ക് വന്ന സമയത്ത് തന്നെ സാധാരണഗതിയിൽ ലയിച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസിന് 15 സീറ്റാണ് UDF നൽകിയിരുന്നത്. ഒറ്റയ്ക്ക് നിന്ന മണി ഗ്രൂപ്പിന് 9 സീറ്റായിരുന്നു നൽകിയത്. പക്ഷേ കഴിഞ്ഞ തവണ അവർ എത്തിയപ്പോൾ തന്നെ 13 സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പേരാമ്പ്ര വിട്ടുകൊടുത്ത് അങ്ങനെ 12 സീറ്റിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് സ്ഥിതിവിശേഷം ഉണ്ടായത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർ പരമാവധി സീറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ ആവശ്യത്തിന് മുന്നിൽ CPM വഴങ്ങണം ഫലത്തിൽ എന്ന സൂചനകൾ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് ഈ ജില്ലാ തലത്തിലല്ല, അതിനും താഴെ തട്ടിൽ പോലും ഉണ്ടാകാൻ പാടില്ല. താഴെ തട്ടിലെ പ്രശ്നങ്ങളാണല്ലോ പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടികൾക്ക് കാരണമാകുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഫലത്തിൽ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമായി വരുന്നത്. ശരി, അത് പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, മുൻപ് UDF-ൽ അങ്ങനെ ഒരു അസ്വാരസ്യം കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടായതാണ് മുന്നണി വിടുവാനുള്ള ഒരു കാരണമായി മാറിയതും കോട്ടയം ജില്ലയിൽ. പക്ഷേ കിരൺ, മറ്റൊരു കാര്യമുണ്ട്. LDF-ലെ മറ്റ് ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് CPI ഇപ്പോഴും കേരള കോൺഗ്രസ് എം LDF-ൽ ഉള്ളതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടില്ലല്ലോ. CPIക്ക് ഇപ്പോഴും ചില മുറുമുറുപ്പുകളുണ്ട്. അതിപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസിന് നൽകുമ്പോൾ അത് വീണ്ടും വർദ്ധിക്കുകയില്ലേ? അങ്ങനെ ഒരു ഉടക്ക് അതിനകത്തുണ്ടല്ലോ. CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ ഒരു പ്രാമുഖ്യം കുറയ്ക്കുന്നതാണ്. CPIയുടെ അത്ര വലിപ്പമുള്ളതല്ല എങ്കിൽ പോലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇടതുമുന്നിലെ സാന്നിധ്യം അത് CPIയുടെ ഒരു ബാർഗനിങ് ശേഷിയൊക്കെ കുറയ്ക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നതിന് പിന്നിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, കേരള കോൺഗ്രസിനെ UDF ഏത് വിധേനയും UDF-ന്റെ പാളത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതിശക്തമായി തന്നെ നടത്തുന്നു. CPIയുടെ ഭാഗത്തു നിന്നായാലും അത്തരത്തിൽ പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള നിലപാട് തന്നെയാവും CPIക്ക് ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ടെങ്കിലും ഉള്ളത് എന്ന് വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, താഴെ തട്ടിൽ ഇപ്പോഴും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എം ദീർഘകാലമായി UDF-ൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിന് LDF-ൽ വരികയും അവർക്ക് ആധിപത്യം കിട്ടുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയോട് കാര്യമായ തരത്തിലുള്ള യോജിപ്പില്ല. മുകളിൽ നിന്നുള്ള കർശനമായ നിർദ്ദേശത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ അവരെ കൂടി കൂട്ടിയോജിപ്പിച്ചതുകൊണ്ടാണ് തുടർഭരണം സാധ്യമായത്. അവരെ കൂട്ടിയോജിപ്പിക്കേണ്ടത് പ്രധാനമാണ് എന്നുള്ളൊരു നിർദ്ദേശം മുകളിൽ നിന്നുള്ളത് കൊണ്ടാണ് താഴെത്തട്ടിലൊക്കെ ഇത് അംഗീകരിച്ചു പോകുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള പ്രത്യേകത, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വാഭാവികമായും താഴെത്തട്ടിൽ വലിയ താല്പര്യം കാണും. അപ്പോൾ പാർട്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥികൾ വരികയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സാധാ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെയൊക്കെ സംബന്ധിച്ച് അത് കടുത്ത വിയോജിപ്പൊക്കെ ഉള്ള വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ ഇത്തരം വിഷയങ്ങളൊക്കെ ഉന്നയിച്ച് പ്രശ്നങ്ങളിലേക്ക് പോകാൻ താഴെത്തട്ടിൽ രണ്ട് പാർട്ടികൾ തമ്മിൽ വലിയ തർക്കത്തിലേക്കും പ്രശ്നത്തിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ അവരെ ഇല്ലാതെ മത്സരിക്കാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ള തീരുമാനമൊക്കെ പലപ്പോഴും സംസ്ഥാന തലത്തിൽ മുന്നണികൾ യോജിച്ചു നിൽക്കുമ്പോഴും അങ്ങനെ താഴെത്തട്ടിലൊക്കെ മുന്നണിയിലെ കക്ഷികൾ തമ്മിലൊക്കെ മത്സരം ഉണ്ടാവാറുണ്ട്. അത്തരം മത്സരത്തിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുക എന്നുള്ളത് പലപ്പോഴും ഈ പാർട്ടികളുടെ ആവശ്യമാണ്. അത് CPM-ന്റെ മാത്രമാവില്ല, കേരള കോൺഗ്രസ് എമ്മിലായാലും ആ കേരള കോൺഗ്രസ് എമ്മിലും ചിലപ്പോൾ സീറ്റ് കിട്ടാത്ത ആളുകളൊക്കെ കാണും. ഈ CPM-ൽ നിന്ന് തെറ്റി ഒറ്റയ്ക്ക് വന്ന് മത്സരിച്ചാൽ തനിക്ക് കൂടി മത്സരിക്കാൻ കഴിയും, അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൂടി മത്സരിക്കാൻ കഴിയും എന്നുള്ള താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. അത്തരം ആളുകളൊക്കെ സ്വാഭാവികമായും ഈ താഴെത്തട്ടിൽ വൈകാര്യമായ പല വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ബന്ധം വഷളാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ഇത്തരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും ഉണ്ടാവാറുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ അതിന് ഈ തവണ കൂടുതൽ പ്രാധാന്യമുള്ളതിനൊരു കാരണം കേരള കോൺഗ്രസ് എമ്മിനെ ഏത് വിധേനയും മറുപക്ഷത്തെത്തിക്കാൻ വേണ്ടി UDF-ന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനുള്ള ഒരു വളം CPM-ആയി ഇട്ടുകൊടുക്കരുത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ താഴെത്തട്ടിൽ അങ്ങനെ പാർട്ടിയുടെ തർക്കം പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ താഴെത്തട്ടിലെ നേതാക്കൾക്ക് ആ തരത്തിലുള്ള പിന്തുണ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല പാർട്ടിയുടെ നിലപാട് ഇവരുമായി ചേർന്ന് പോകണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് താഴെത്തട്ടിൽ തർക്കം വേണ്ട, അത് പാർട്ടിയുടെ മുകൾ കമ്മിറ്റികളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ തർക്കം പരിഹരിക്കാം, അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്ത് പരിഹരിക്കാം. ആ ഒരു നിലപാടിനപ്പുറത്തേക്ക് താഴെത്തട്ടിൽ ഒരു വലിയ തർക്കമായി, പ്രവർത്തകർ തമ്മിലുള്ള ഒരു തർക്കമായി, അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള ഒരു പരസ്യ തർക്കമായി മാറ്റരുത് എന്നുള്ള നിർദ്ദേശം കൂടി നൽകുന്നു. ശരിയാണ് ശ്രീജിത്ത്, ഇതിനകം തന്നെ ജോസ് കെ മാണി വ്യക്തമായി